2006 ഏപ്രിൽ 5 കേരളം വിഷു ആഘോഷങ്ങളിൽ മുഴുകിയ ദിവസമായിരുന്നു അന്ന്. ഹൃദയഭേദകമായ ഒരു കൊലപാതക വാർത്ത കേട്ടാണ് പിറ്റേന്ന് കേരളക്കര ഉണരുന്നത്. എറണാകുളം വെണ്ണലയിൽ അബ്കാരി മിഥില മോഹൻ വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്ന വാർത്തയായിരുന്നു അത്. പോലീസ് അന്വേഷണം തുടങ്ങിയെങ്കിലും എങ്ങും എത്തിയില്ല. മിഥില മോഹന്റെ 3 മുൻ ജീവനക്കാർ, കൊലയാളികളെ കണ്ടാൽ തിരിച്ചറിയാൻ സാധ്യതയുണ്ടായിരുന്ന അയൽവാസിയായ യുവാവ്, പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചയാൾ, ഇങ്ങനെ 5 പേർ കേസന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ ദുരൂഹ സാഹചര്യങ്ങളിൽ മരിച്ചു. ഇതിനിടയിലാണ് കേസിലെ ഏക അറസ്റ്റ് ക്രൈംബ്രാഞ്ച് നടത്തിയത്. അബ്കാരി കുടിപ്പക തീർക്കാൻ മിഥില മോഹന്റെ മുൻ സഹായിയും പിന്നീട് എതിരാളിയുമായ തൃശൂർ പാട്ടുരായ്ക്കൽ മാമ്പുള്ളി സന്തോഷ് കുമാർ എന്ന കുരുമുളക് കണ്ണനാണ് കൊലയ്ക്ക് കൊട്ടേഷൻ കൊടുത്തതെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. 2013 ഏപ്രിലിൽ സന്തോഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തു. കൊല നടന്ന 5-ാം ദിവസം അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് വിട്ടയച്ചയാളാണ് സന്തോഷ്. സന്തോഷിന്റെ സ്പിരിറ്റ് വണ്ടികൾ മിഥില മോഹൻ തുടർച്ചയായി ഒറ്റിയതാണ് വൈരാഗ്യത്തിന് കാരണമെന്നായിരുന്നു കണ്ടെത്തൽ. മിഥില മോഹനെ കൊല്ലാനുള്ള കൊട്ടേഷൻ എടുത്ത തമിഴ്നാട്ടിലെ ഗുണ്ട ഡിണ്ടിഗൽ പാണ്ഡ്യയാണ് കൊലയാളിയെന്ന് പോലീസിന് വിവരം ലഭിച്ചു. അപ്പോഴേക്കും ഡിണ്ടിഗൽ പാണ്ഡ്യയെ തമിഴ്നാട് പോലീസ് വെടിവെച്ചു കൊന്നിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ എ പെർഫെക്റ്റ് ക്രൈം എന്ന് വിശേഷിപ്പിച്ച ഈ കേസ് 12 വർഷങ്ങൾക്ക് ശേഷം CBI ഏറ്റെടുത്തെങ്കിലും ഇന്നും ദുരൂഹത നീങ്ങാതെ തുടരുന്നു. കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സന്തോഷ് ജാമ്യം നേടി പുറത്തുവന്ന് സാധാരണ ജീവിതം നയിക്കുന്നു. എന്നാൽ അന്നും ഇന്നും കേസിനെ കുറിച്ച് ചോദിച്ചാൽ കുറ്റകൃത്യം നടത്തിയ രീതിയെക്കുറിച്ച് പറയാൻ 100 നാവാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക്. വിഷു ആഘോഷങ്ങൾക്കിടയിലായിരുന്നു കൊല. മിഥില മോഹന്റെ വീടിന് ചുറ്റും പടക്കം പൊട്ടിയിരുന്നതിനാൽ വെടിശബ്ദം ആരും കേട്ടില്ല. കലൂർ സ്റ്റേഡിയത്തിൽ പിറ്റേന്ന് നടന്ന ഇന്ത്യ-ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ഏകദിന മത്സരത്തിന് സുരക്ഷാ ഭീഷണി ഉണ്ടായിരുന്നതിനാൽ കൊച്ചി സിറ്റിയിലെ മുഴുവൻ പോലീസ് സേനയും സ്റ്റേഡിയത്തിന് സമീപം ഡ്യൂട്ടിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ വെണ്ണലയിലെ വീട്ടിൽ വെടിവയ്പ് നടന്ന വിവരം ലഭിക്കാനും പോലീസ് എത്തി മിഥില മോഹനെ ആശുപത്രിയിൽ എത്തിക്കാനും വൈകി. അന്വേഷണ ഉദ്യോഗസ്ഥരാകട്ടെ കൊലയാളികൾ ക്രിക്കറ്റ് കാണാനെത്തിയ ഇതര സംസ്ഥാനക്കാരുടെ ഇടയിൽ മറഞ്ഞെന്ന നിഗമനത്തിലുമെത്തി. അന്വേഷണ ഉദ്യോഗസ്ഥരും നാട്ടുകാരും മാധ്യമങ്ങളുമൊക്കെ പലപ്പോഴായി ഈ കേസ് വിട്ടെങ്കിലും 2 പേർ ഇപ്പോഴും നിയമപോരാട്ടം തുടരുകയാണ്. മിഥില മോഹന്റെ ഭാര്യ ഡാലിയയും മകൻ മനേഷും.